ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ബ്രൗണി എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്, ഓവനും വേണ്ട, നമുക്ക് ഓവൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ബീറ്ററും ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് വേണം. അത് ഒരു 1.25 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്കും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു സ്പൂണോ പാത്രമോ എന്തെടുക്കുകയാണെങ്കിലും അത് ഡ്രൈ ആയിരിക്കണം. അതിൽ വെള്ളത്തിൻ്റെ ഒരംശം ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1.25 കപ്പ് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഇടുക കേട്ടോ. അതിട്ടിട്ട് ഒരു 100 ഗ്രാം ബട്ടറാണ്, ഞാൻ സാൾട്ടഡ് ബട്ടർ ആട്ടോ യൂസ് ആക്കിയിരിക്കുന്നത്. അൺസാൾട്ടഡും ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് സാൾട്ടഡ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാൾട്ടഡ് ബട്ടറും കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ഇത് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ചേച്ചിക്ക് നാട്ടിൽ പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് സെയിൽ ചെയ്യണത്. പിന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. ഫസ്റ്റ് ടൈം തന്നെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നിൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഈ കോമ്പൗണ്ടും ബട്ടറും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുക പറയുമ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം വേണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും ഇട്ട പാത്രം വെക്കേണ്ടത് കേട്ടോ. വെള്ളം ഒന്നും ഉള്ളിലേക്ക് കയറാനേ പാടില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇത് പിന്നെ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ചൂടുണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ ബട്ടർ എടുത്തില്ലേ, ബട്ടർ നന്നായിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് വേണം കേട്ടോ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്, ഇതിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഒരു പാത്രം എടുക്കുക, വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിന് യൂസ് ചെയ്യണത്. ചിലർ 1.5 കപ്പൊക്കെ ഉപയോഗിക്കും, ഞാൻ 1 കപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് ഏതായാലും കുഴപ്പമില്ല. 1 കപ്പ് ഇട്ടിട്ട് കുറച്ച് 1 കപ്പിൻ്റെ പകുതി പഞ്ചസാര അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മൊത്തം നമുക്ക് 4 മുട്ടയാണ് വേണ്ടത്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട്, ഇത് നമ്മൾ വിസ്കിലാണ് ചെയ്യണത്, ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അടുത്ത പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ബാക്കി 2 മുട്ടയും കൂടി ഇല്ലേ, അതും കൂടി ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ നമുക്ക് അലിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പഞ്ചസാര പൊടിച്ചതായാലും കുഴപ്പമില്ല. പൊടിച്ചതെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 1 കപ്പ് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 1.25 കപ്പൊക്കെ കിട്ടും കേട്ടോ. ഒരു 1.25 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി എഗ്ഗൊക്കെ ഒന്നുകൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ഡ്രൈ ആയിട്ടൊരു പാത്രം എടുക്കുക. അതിൻ്റെ മേലെ ഒരു അരിപ്പ വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് നമ്മുടെ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സായി കിട്ടണം. അരിച്ച് മിക്സാക്കി എടുക്കണം. എനിക്ക് ഇതിൻ്റെ ഈ ബ്രൗണി സെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേയില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു കുഞ്ഞ പാക്കറ്റിന് ഒരു പീസിന് തന്നെ നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ ആ മിക്സ് ചെയ്തെടുത്ത മൈദ മിക്സ് ഇല്ലേ, നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സ്പാച്ചിലോ തവി എന്ത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ എഗ്ഗ് മിക്സ് ഇല്ലേ, എഗ്ഗും പഞ്ചസാര മിക്സിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ച് നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ, ആ ചോക്ലേറ്റ് ഫുൾ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കാൻ ഓവനൊക്കെ വേണമെന്നാണ്. ഓവന് വേണ്ട, ഒരു കുന്തോ വേണ്ട കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ മൈദ മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അരിച്ചത്, അത് കുറച്ചീശെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒപ്പിടാൻ പാടില്ല. ഓരോരോ ബാച്ചസ് ആയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 2-3-4 വട്ടം കുറച്ചീശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ. ഇതിന് നല്ല റേറ്റാണ് കേട്ടോ പുറത്തൊക്കെ. അതുകൊണ്ട് ഇതിന് എത്ര മേടിക്കാമെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള ജാസ്മിൻ കുക്ക് ഹൗസ് പറഞ്ഞൊരു കുക്കൊക്കെ ചെയ്യണ ഒരു
റീലൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ, കുക്കിംഗാണ് ഫുള്ളും. ആ ചേച്ചിയോട് ആ ചേച്ചി എനിക്ക് കോൺടാക്റ്റിലുണ്ട് വാട്സപ്പിൽ. അത് നമ്മൾ ഈ കൊളാബ് പോയി ബന്ധപ്പെട്ടിട്ടൊന്ന് പരിചയപ്പെട്ടാൽ കേട്ടോ. അങ്ങനെ നമ്മൾ കോൺടാക്റ്റ് ലിസ്റ്റിലൊക്കെ ഉണ്ട് കേട്ടോ. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു. ആ ചേച്ചി കുറേ ആയി ഉണ്ടാക്കിയിട്ട്, 1 കൊല്ലമൊക്കെ ആയെന്ന് തോന്നണത്, കുറച്ചായി പറഞ്ഞു. അപ്പോൾ വിൽക്കണത് ഒരു 8 ഇഞ്ച് മോൾഡിൽ ഉണ്ടാക്കി കൊടുക്കണതിന് 700 രൂപയൊക്കെയാണ് മേടിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൂടി, എല്ലാ സാധനങ്ങൾക്കും മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എടുക്കണതിൻ്റെ ഇത് നമ്മൾ അതായത് ബട്ടറും കോമ്പൗണ്ടും എത്രയാണോ എടുക്കണം അതനുസരിച്ച് നമ്മൾ പൈസ മേടിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞു കേട്ടോ. ഞാൻ 8 ഇഞ്ച് മോൾഡിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരു 600 രൂപയ്ക്ക് അവരുടെ അടുത്ത് നിന്ന് മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചില്ലേ, മൈദ മിക്സൊക്കെ മിക്സാക്കിയിട്ട് ഞാൻ 8 ഇഞ്ച് മോൾഡിലാണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. റൗണ്ട് ഷേപ്പായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ റൗണ്ട് ഷേപ്പായാലും കുഴപ്പമില്ല. പക്ഷേ പുറത്തേക്ക് കൊടുക്കുമ്പോൾ സ്ക്വയറിൽ ഉണ്ടാക്കായിരിക്കും നല്ലത് കേട്ടോ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ പാത്രം ബട്ടർ പേപ്പറും എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അതിലേക്ക് ഒഴിക്കാൻ. എൻ്റെ അടുത്ത് കുറേ പേര് ഓവൻ ടെമ്പറേച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യണത്, എൻ്റെ ഓവൻ എന്ന് പറയുന്നത് മോർഫി റിച്ചാർഡിൻ്റെ ആണ് കേട്ടോ. അതിൽ ബേക്ക് എന്ന ഓപ്ഷനിൽ വെക്കും ഞാൻ. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഞാൻ ഒരു 180 150 അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആയിരിക്കും വയ്ക്കുക. മിക്കത് 160 180 ആയിരിക്കും വയ്ക്കുക കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. ആദ്യം നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ടൈമർ ഞാനൊരു 20ലാണ് ഇടാറ് കേട്ടോ. ബേക്ക് ടെമ്പറേച്ചർ പിന്നെന്താ നമ്മൾ ടൈമർ നോക്കണം. ടൈമർ ഞാൻ 20ൽ വെക്കും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യാനാണ് ഞാൻ 20ൽ വെക്കുക. അപ്പോഴേക്കും നമുക്ക് പ്രീ ഹീറ്റ് ആയി കിട്ടും കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യാൻ മറ്റേ മൈദ മിക്സൊക്കെ മിക്സ് ചെയ്യില്ല. അപ്പോഴേക്കും നമ്മൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാം ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെക്കണത്, നമ്മൾ ഈ ബാറ്ററൊക്കെ ഒഴിച്ച് മോൾഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെക്കണത് ഒരു 40ൽ വെക്കും. 40ൽ വെച്ചിട്ട് ഓവനിൽ വെക്കും കേട്ടോ. ഓവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓവനൊന്ന് തുറന്ന് നോക്കണത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓവൻ തുറന്ന് നോക്കാൻ പാടില്ല. എന്നിട്ട് വെന്തില്ലെങ്കിൽ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അതിലെന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗണി വെന്തിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ നമ്മൾ അത് വെന്തില്ലെങ്കിൽ പിന്നെ ഒന്ന് ടൈമർ ഒന്ന് കൂട്ടി വയ്ക്കും. കറക്റ്റ് ടൈമറൊന്നും ഞാൻ അങ്ങനെ അറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മളതൊന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നോക്കുക വെന്തോന്ന്. എൻ്റെ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടൈമർ ഒന്നുകൂടി കുറച്ചും കൂടി ഒന്ന് ആക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഇത് ടൈമർ ഓഫായി നമുക്ക് സൗണ്ട് വരും. അപ്പോഴേനും നമ്മുടെ ഒരു 40-45 ഒക്കെ ആയപ്പോഴേക്കും മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവട് കട്ടിയുള്ള എന്തെങ്കിലും പാത്രം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏതാ പാത്രം എന്ന്. നല്ല ചുവട് കട്ടിയുള്ളത്. ചിലവരൊക്കെ ഈ കുക്കറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ ഓവനൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഈ ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഞാൻ ഈ പാത്രമാണ് യൂസ് ആക്കാറ് കേട്ടോ. നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെന്ന് പറയണത് നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ. ചുവട് നല്ല കട്ടിയുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. പ്രീ ഹീറ്റ് പറഞ്ഞാൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അല്ലാതെ ചൂടാക്കണൊക്കെ മുന്നിൽ ഇത് വെക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും റിങ്ങോ ഇതുപോലത്തെ എന്തെങ്കിലും പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മോൾഡില്ലേ, കേക്ക് മോൾഡ്, ഞാൻ വെറുതെ ഒരു കാലിപാത്രം വെച്ച് കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ്, ഇത് നമ്മൾ ഇടിക്കല്ലൊക്കെ ഇല്ലേ, അതെന്തെങ്കിലും അതിൻ്റെ മേലെ എടുത്ത് വെക്കണം. നന്നായിട്ടിരിക്കും. കാരണം അതിൽ കൂടെ ഒന്നും കാറ്റ് എയറൊന്നും കയറാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒരു 30 മിനിറ്റ് നോക്കാം. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിന് മുന്നേ ഓപ്പൺ ചെയ്യാൻ പാടില്ല. വെന്തോന്ന് നോക്കുക. വെന്തില്ലെങ്കിൽ കുറച്ചൊരു 10 മിനിറ്റും കൂടി പിന്നെയും വയ്ക്കുക. എന്തായാലും 40-45 മിനിറ്റിനുള്ളിൽ നമുക്ക് കേക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, റെഡിയായി വന്നോന്നൊക്കെ. നമ്മുടെ ബ്രൗണിയൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഓവൻ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതും ബേക്കിംഗ് പൗഡറും സോഡയും ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.